നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു മീഡിയ കൺവേർട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് മീഡിയ കൺവേർട്ടർ, എന്തിനാണിത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ സ്വിച്ചിലേക്ക് ഒരു ഡാറ്റ വന്നതിന് ശേഷം നമുക്കതൊരു 10 കിലോമീറ്ററിന് മുകളിലുള്ള സ്ഥലത്തേക്ക് ഈ ഡാറ്റയെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാധ്യമം എന്ന് പറയുന്നത് OFC ആണ്. അപ്പോൾ OFC മുഖാന്തരം നമ്മളിങ്ങനെ ഈ എതർനെറ്റ് ഡാറ്റയെ കൈമാറുന്നു. അതിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ OT യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു DigiSolന്റെ ഒപ്റ്റിക്കൽ ടു ഇതർനെറ്റ് കൺവേർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇത് എത്ര കിലോമീറ്റർ വരെ വർക്കാവും എന്നുള്ളതൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, അതായത് ഫ്രണ്ട് സൈഡ് ഇതാണ്. ഫ്രണ്ട് സൈഡിൽ കാണുന്നത് ഒന്ന് TX എന്ന് പറയുന്നത് ഫൈബർ കണക്ട് ചെയ്യാനുള്ള സ്ഥലം, ഒന്ന് LAN എന്ന് പറയുന്നത് UTV കണക്ഷന് വേണ്ടിയിട്ട്. 5 വോൾട്ട് DC ആണ് ഇതിന് ആവശ്യമായിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു അഡാപ്റ്റർ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ LED സ്റ്റാറ്റസിനെ കുറിച്ച് പറയാം. FX TX എന്ന രണ്ട് സ്ഥലത്ത് ആയിട്ടുണ്ട്. ഒന്ന് FX എന്ന് പറയുന്നത് ഫൈബറിൻ്റെ സ്റ്റാറ്റസും TX എന്ന് പറയുന്നത് UTPൻ്റെ സ്റ്റാറ്റസും ഇതിൽ ഗ്രീൻ LEDയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ 100 Mbps ആണ് ഞാൻ ഈ സ്പീഡിലുള്ളതാണ് OT എൻ്റെ ഇടയ്ക്കുള്ളത്. ലിങ്ക് ആക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ കണക്ഷൻ രണ്ട് സൈഡിലും നോർമലാണെങ്കിൽ ഇതിൽ ബ്ലിങ്കിങ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ആകുന്നുണ്ട്, ബ്ലിങ്ക് ആവുകയും കണക്ഷൻ മാത്രമാണെങ്കിൽ ഇതിൽ LED സ്റ്റേബിളായിട്ട് പോയി. ഇതിന് വേണ്ട മറ്റ് കണക്ഷൻ വയേഴ്സാണ് ഇതിലുള്ളത്. നമ്മൾ ഫസ്റ്റ് ഈ TX എന്ന് പറയുന്ന സൈഡിൽ നമ്മൾ SC കണക്ടറാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഫൈബർ OFC SC കണക്ടറായിട്ടുള്ള OFC കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്റ്റൻ്റ് എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ OFC മുഖാന്തരമാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നത് അടുത്ത റിമോട്ട് സൈഡിലുള്ള OTയിൽ കണക്ട് ചെയ്യാവും. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഇത് RJ45ൻ്റെ കണക്ടറുള്ള ഒരു UTP കേബിളാണ്. ഇത് നമ്മളെ ഇടയ്ക്കുള്ള, അതായത് നമ്മളെ ലോക്കൽ സൈഡിലുള്ള സ്വിച്ച് എന്നുള്ള ഡാറ്റയാണ് ഇതിൽ കൊടുക്കുക. അപ്പോൾ അവിടെ ലിങ്ക് ആക്റ്റീവ് എന്നുള്ള LED ഇതിനനുസരിച്ചിട്ടാണ് വർക്കാവുന്നത്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ബ്ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. അത് സ്റ്റേബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ കണക്ഷൻ ഓക്കെയാണ്, ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നില്ല എന്നാണ്. പവർ FDX അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പവറിൻ്റെ സ്റ്റാറ്റസ്. ഇത് നമ്മളിപ്പോൾ ഒരു കണക്ഷൻ കൊടുത്തതിന് ശേഷമുള്ള സ്റ്റാറ്റസാണ്. താങ്ക് യു.